Hello friends, 𝒉𝒆𝒍𝒑𝒏 എല്ലാവർക്കും So ഞാൻ അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് ആണ് Samsung Galaxy M31. ഇത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തത് 8GB RAM 128GB ഇന്റർണൽ വരുന്ന വേരിയന്റ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ കളർ വരുന്നത് ഓഷ്യൻ ബ്ലൂ ആണ്. ഈ സെയിം പ്രൊഡക്റ്റ് നമുക്ക് ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. പക്ഷേ 8GB RAM വേരിയന്റ് അവൈലബിൾ അല്ല. ഇതിന്റെ 6GB 64 ഇന്റർണലും അതുപോലെ തന്നെ 6GB 128GB ഇന്റർണൽ വരുന്ന വേരിയന്റ്സ് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഈ 8GB വേരിയന്റ് ആമസോണിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആമസോൺ പ്രിഫർ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇത് അൺബോക്സ് ചെയ്തതിനുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അൺബോക്സിലോട് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ബേസ് കുറച്ച് കാര്യങ്ങളും ചെക്ക് ചെയ്യാം. 6.4 ഇഞ്ച് സൂപ്പർ AMOLED ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഗൊറില്ല ഗ്ലാസ് 3ന്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് അൺലോക്കും ഇതിൽ ലഭ്യമാണ്. പിന്നീട് പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ Exynos 9611 എന്ന പ്രൊസസ്സറാണ് വരുന്നത്. 1UI 2.0 ആൻഡ്രോയിഡ് 10ലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ക്യാമറയുടെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ 64, 8, 5, 5 എന്നിങ്ങനെ മെഗാപിക്സലാണ് റയർ ക്യാമറ വരുന്നത്. 32 മെഗാപിക്സലാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. 6000 mAh ബാറ്ററി വരുന്നുണ്ട്. 15 വാട്ട് ഫാസ്റ്റ് ചാർജർ ഇതോടൊപ്പം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഇത് 3 വേരിയൻസിലാണ് വരുന്നത്. അതായത് 6GB RAM 64GB ROM, പിന്നീട് 6GB RAM 128GB ROM, പിന്നീട് 8GB RAM 128GB ROM എന്നിങ്ങനെ 3 വേരിയൻസിലാണ് വരുന്നത്. പിന്നീട് നമ്മൾ കളർ വേരിയൻസ് നോക്കുകയാണെങ്കിൽ സ്പേസ് ബ്ലാക്ക് അതുപോലെ തന്നെ ഓഷ്യൻ ബ്ലൂ എന്ന 2 കളറിലാണ് വരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 8GB RAM 128GB ROM വരുന്നതും അതുപോലെ തന്നെ ഓഷ്യൻ ബ്ലൂ എന്ന് പറഞ്ഞ കളറിലുള്ള വേരിയൻ്റാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതൊന്ന് മാറ്റിയാണ്. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ ഫോൺ വരുന്നുണ്ട്. അപ്പോൾ ഫോണൊന്ന് എടുത്ത് മാറ്റി വെക്കാം. പിന്നീട് ഈ ബോക്സിനകത്തൊരു കൊച്ചു ബോക്സ് കൂടി നമുക്ക് ലഭിക്കും. ഇതിൽ സിം ഇജക്ടർ പിന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊന്ന് തുറന്ന് നോക്കിയാൽ നമ്മുടെ വാറൻറ്റി ഇൻഫോർമേഷൻ അതുപോലെ തന്നെ യൂസർ ഗൈഡ് കാര്യങ്ങളൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാം. പിന്നീട് നമ്മൾ ഈ ബോക്സ് നോക്കുകയാണെങ്കിൽ ചാർജിങ്ങിനുള്ളൊരു USB കേബിൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജറും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ബോക്സിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫോണൊന്ന് എടുത്ത് ബൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഇതൊന്ന് കവറൊന്ന് പീൽ ചെയ്ത് കളിയാണ്. ഇപ്പോൾ നമ്മുടെ ഡിവൈസ് ബൂട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓവറോൾ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതായത് ഫ്രണ്ടിൽ ഒരു ക്യാമറ വരുന്നുണ്ട്. പിന്നീട് ബാക്കിൽ 4 ക്യാമറയും ഒരു ഫ്ലാഷ് ലൈറ്റും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ബാക്കിലാണ് വരുന്നത്. പിന്നീട് സൈഡിലായിട്ട് വോളിയം റോക്കേഴ്സ് അതുപോലെ തന്നെ അൺലോക്ക് ബട്ടണും വരുന്നുണ്ട്. സൈഡിലായിട്ട് ഇതിൻ്റെ മെമ്മറിയും സിമ്മും ഇടുന്ന സംഭവം വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസൈനാണ്. ഇതിൻ്റെ ഏറ്റവും എനിക്ക് അട്രാക്റ്റീവായിട്ടുള്ള കാര്യം ഒന്നാമത്തെ ഇതിൻ്റെ ഡിസ്പ്ലേ. സാംസങ്ങിൻ്റെ എല്ലാ ഡിവൈസുകളും പോലെ തന്നെ ഡിസ്പ്ലേ നല്ല ക്ലാരിറ്റിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ ഓവറോൾ ലുക്കും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസിലോട്ട് കിടക്കാം. 6GB RAM 64GB സ്റ്റോറേജ് വരുന്നതിൻ്റെ പ്രൈസ് വരുന്നത് 16,500 ആണ്. പിന്നീട് 6GB RAM 128GB സ്റ്റോറേജ് വരുന്നതിൻ്റെ റേറ്റ് വരുന്നത് 17,500. അതുപോലെ തന്നെ 8GB RAM 128GB സ്റ്റോറേജ് വരുന്നതിൻ്റെ റേറ്റ് വരുന്നത് 19,500 അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരിക്കും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കണ്ട ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു കണ്ടന്റുമായി വീണ്ടും കാണാം.